സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കണ്ടൊരു വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ്. സ്ഥിരം എല്ലാവരും പറയാറുള്ള ഒരു ക്ലീഷേ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. എന്താണ് ദൗർഭാഗ്യകരം എന്നുള്ളത്? നമ്മുടെ എല്ലാ രാഷ്ട്രീയത്തിലെ പ്രതിനിധികളും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ദൗർഭാഗ്യകരം എന്നുള്ളത്, ഈ ഒരു വിഷയം വന്ന സമയത്ത്. അപ്പോൾ ഇതിൽ ഞാൻ സംസാരിക്കാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉണ്ടായ കാര്യം കൊല്ലം തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 13 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞനുജൻ, മിഥുൻ എന്നാണ് അവൻ്റെ പേര്. അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ സൈക്കിൾ ഷെഡിൻ്റെ മുകളിൽ അവൻ്റെ ചെരുപ്പ് വീണുപോയി. ആ ചെരുപ്പ് എടുക്കാനായിട്ട് ഇവൻ അതിന് മുകളിൽ കയറുകയും അതേസമയം തുണി വിരിച്ചിടാൻ പാകത്തിൽ അതിലെ ഒരു വള്ളിയുണ്ട്. ആ വള്ളി ആരുടെയാണെന്നറിയാം? KSEBിയുടെ വള്ളിയാണ് കേട്ടോ. അത് ഇലക്ട്രിക് ലൈനാണ്. ആ ഇലക്ട്രിക് ലൈൻ അതിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഈ പയ്യൻ ഇതിൽ കയറാൻ ശ്രമിക്കുമ്പോൾ, ഈ കുഞ്ഞ് അതിൽ കയറാൻ ശ്രമിച്ച സമയത്ത് കാൽ വഴുതി വീഴാൻ പോയപ്പോൾ ഇവൻ പെട്ടെന്ന് സ്വയരക്ഷാർത്ഥം കയറി പിടിച്ചത് ഈ പറയുന്ന ലൈൻ കമ്പിയിലാണ്. അങ്ങനെ പിടിച്ചത് മൂലം ആ പാവം കുഞ്ഞ് അവിടെ ഷോക്കേറ്റ് മരണമടയുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ വീട്ടിൽ നിന്ന് ഓരോ അച്ഛനും അമ്മയും പറഞ്ഞയക്കുന്നത് ഒരുപാട് ലക്ഷ്യത്തോടും ഒരുപാട് സ്വപ്നത്തോടു കൂടിയാണ് അല്ലേ? അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന മിഥുൻ എന്ന് പറയുന്ന ആ കുഞ്ഞിനെയും ഇവരെ സ്കൂളിലേക്ക് അയച്ചത്. എല്ലാ കുഞ്ഞുങ്ങളെ അയക്കുന്നത് പോലെ തന്നെ ആ കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ആ സ്കൂളും ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ തന്നെയാണ്. ഒരു കുഞ്ഞിനൊരു അപകടം വന്നതിന് ശേഷമല്ല ഇത് ഏറ്റെടുക്കേണ്ടത്. ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ആളുകൾ തന്നെ ആ കുഞ്ഞിനെ ഈ രീതിയിലേക്ക് പറഞ്ഞയക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരുന്നതിൻ്റെ ഫലമായിട്ട് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായി. അങ്ങനെ വന്നപ്പോൾ ഇതിൽ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും അദ്ദേഹവും അതേപോലെ തന്നെ കുറേ ആളുകൾ കുറേ പ്രസ്താവനയുമായിട്ട് വന്നു. എന്തൊക്കെയാണ് അവരുടെ പ്രസ്താവന? അതായത് ഈ മരിച്ച കുഞ്ഞിന് വീട് വെച്ച് നൽകുമെന്നുള്ളത്. അതാണ് ഇവർ പറയുന്നത്, ഇവരുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കേട്ടോ. അതായത് ആര് മരിച്ചാലും ആർക്കെന്ത് അപായം സംഭവിച്ചാലും സർക്കാർ ജോലി, സർക്കാർ വീട് വെച്ച് നൽകുകയും ചെയ്യുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നയം. മരിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വീട് വെച്ച് കിട്ടും. അപ്പോൾ ഇനി ആർക്കെങ്കിലും സർക്കാർ ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സർക്കാർ സ്കൂളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ ഗവൺമെൻറ് ആശുപത്രികളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയാൽ മതി. അവിടെ പോയിട്ട് എന്തെങ്കിലും അപായം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് ജോലി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ഇങ്ങനത്തെ ഒരു നയം, ഇങ്ങനത്തെ ഒരു നാറിയ നയമാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. PSCയിലെല്ലാം പോയി പരീക്ഷ എഴുതി കിട്ടാത്തൊരു കാര്യം ആരെങ്കിലും മരണമടയുമ്പോൾ അവർക്ക് ഒരു അത്താണിയാവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള വലിയൊരു പ്രവർത്തനവുമായിട്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ വരും. ഇത് ഞാൻ കുറ്റം പറയുകയാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ കുറ്റം തന്നെയാണ് പറയുന്നത്. ഇതിലല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു അപായം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ മൂലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സർക്കാർ അതിനെ മൂടുന്നത് എങ്ങനെയാണ്? രണ്ടുപിടി മണ്ണ് വാരിയിട്ട് മൂടുന്നത് പോലെ അവർ മൂടുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള പൂശാനായിട്ട് ഇവർ സർക്കാർ ജോലി അങ്ങ് വാഗ്ദാനം ചെയ്യും. എന്നിട്ട് ഈ സർക്കാർ ജോലി കിട്ടുന്നുണ്ടോ, എത്ര പേർക്ക് അതിൽ കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല, അതിനൊന്നും ഒരു കണക്കില്ല. അപ്പം ഞങ്ങളുടെ ഇടതുപക്ഷ സർക്കാർ അല്ലെ ഭരിക്കുന്ന ആളുകൾ ഇങ്ങനെ ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോരാട്ട നാടകം കാണിക്കുന്ന ഇങ്ങനത്തെ ശുദ്ധമായിട്ടുള്ള തന്തയില്ലായ്മയാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ആ മിഥുൻ എന്ന് പറയുന്ന ആ കുഞ്ഞിനെ സർക്കാർ സ്കൂളിലേക്ക് പഠിക്കാൻ വിട്ടത് എന്തുകൊണ്ടാണ്? ഈ പ്രൈവറ്റ് സ്കൂളുകളിൽ വിടാതെ സർക്കാർ സ്കൂളിലേക്ക് പഠിക്കാൻ വിടുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, കുടുംബത്തിൽ അവർക്ക് ഫിനാൻഷ്യലി വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളായിരിക്കില്ല. രണ്ടാമത്തെ കാര്യം, സർക്കാർ സ്കൂളാകുമ്പോൾ കുറെ കൂടി ആനുകൂല്യങ്ങളൊക്കെ കിട്ടുമല്ലോ, അതേപോലെ തന്നെ സർക്കാർ സ്കൂളാകുമ്പോൾ കുറെ കൂടി കെയറിംഗ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ സ്കൂളുകളിലേക്ക് വിടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്കൂളിലുള്ള ആളുകൾ അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ അതേ സർക്കാരിൻ്റെ തന്നെ KSEB, അതേ സർക്കാർ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇരിക്കുമ്പോൾ ഇവിടെ എന്ത് നീതിയാണ് നടപ്പിലാവുന്നത്? അല്ലെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ സ്കൂളിന് മുകളിൽ കൂടെ പോയിരിക്കുന്ന ഇലക്ട്രിക് കമ്പി, ആ കമ്പി മാറ്റുന്നതിനെ പറ്റി സംസാരിച്ച സമയത്ത് അത് പിന്നീട് ഈ പറയുന്ന ബോക്സ് ഒക്കെ മാറുന്ന സമയത്ത് മാറാമെന്നായിരുന്നു KSEB ഉദ്യോഗസ്ഥർ പറഞ്ഞതെന്നാണ് സ്കൂളിൻ്റെ അധികൃതർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സ്കൂളിൻ്റെ അധികൃതർക്ക് തന്നെയാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. അതിൽ വിദ്യാഭ്യാസ വകുപ്പിനും അതേപോലെ തന്നെ സർക്കാരിനും എന്താണ് അവർ ചെയ്യേണ്ട കാര്യം? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വന്നിട്ട് പറഞ്ഞത് അത് സ്കൂളിൻ്റെ ഭാഗത്ത് HMൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായ വീഴ്ചയാണ്, അത് ഞങ്ങൾ പരിശോധിക്കും, ഇത് ദൗർഭാഗ്യകരമാണ്, ഇതിങ്ങനെ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്, നടന്നുപോയി, അതിൽ ഖേദിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വന്നിട്ട് പറഞ്ഞത്. എന്ത് നാണമില്ലാത്തൊരു പരിപാടിയാണല്ലേ? മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ട് പറയുകയാണ്, പ്രായത്തിനെ ബഹുമാനിക്കുന്നത് കൊണ്ടും ഈ ഒരു പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നുള്ളത് കൊണ്ടും ഒക്കെ ഞാൻ പറയുന്നു, അധികം ഞാനൊന്നും പറയുന്നില്ല. എന്നിട്ട് വന്നിട്ട് പറയുന്നൊരു കാര്യം, എന്നിട്ട് കൊള്ളരുതായ്മകൾ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും? ഈ ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ട് പറയാണ് അത്രയധികം അങ്ങേയറ്റം ദൗർഭാഗ്യകരവും ദുഃഖകരവുമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചു പോയി. HMനും അതേപോലെ ആ സ്കൂളിലെ മാനേജ്മെൻറ്റിനും ഭയങ്കര വീഴ്ച വന്നിട്ടുണ്ട്, ഞങ്ങളിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് വി ശിവൻകുട്ടി അദ്ദേഹം വന്നിട്ട് പറയുന്നത്. അല്ലയോ സഖാവേ, നിങ്ങൾ പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി ഇരിക്കുന്നത്? ഒരു കസേരയും ഇട്ട് ഫാനും ഇട്ട് അല്ലെങ്കിൽ AC ഇട്ട് ചുമ്മാ കയറി ഇരിക്കാനായിട്ട് വെള്ളം ഇട്ട് രാവിലെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ഒരു മന്ത്രി പദവി നിങ്ങൾക്ക് തന്നതും ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പ് ഇരിക്കുന്നതും? ഇന്നും പല സർക്കാർ സ്കൂളുകളിലും കുട്ടികൾ മഴ നനഞ്ഞിരുന്നുകൊണ്ട് പഠിക്കുന്നുണ്ട്. ഇന്നും പല സർക്കാർ സ്കൂളുകളിലും പറയുന്ന ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നില്ല. സർക്കാർ സ്കൂളുകളാണെന്നുള്ളൊരു പേര് മാത്രം
മാത്രമേ ഉള്ളൂ. കുട്ടികൾ അവിടെ അനുഭവിക്കുന്നത് വല്ലാത്ത അവഗണനയും ബുദ്ധിമുട്ടുകളുമാണ്. അതൊന്നും മനസ്സിലാക്കാനോ അതൊന്നും നേരിട്ട് പോയി കാണാനോ നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിനോ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഒന്നിനും ഒരു സമയമില്ല. സമയം എന്തിനാണ്? ഈ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്യാനാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞിടയ്ക്ക് സർക്കാർ മെഡിക്കൽ കോളേജിൽ, കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണിട്ട് ബിന്ദു എന്ന് പറയുന്ന ഒരു യുവതി മരിച്ചു അല്ലേ. ആ മരിച്ച യുവതിയുടെ മകൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തു അല്ലേ. എന്താ അവിടെ നടന്നത്? ആ മരിച്ച ഒരു കാര്യത്തിന് അങ്ങ് കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ അവരുടെ വീട്ടിൽ പോയി ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ, അവരെ ഭയങ്കര ആശ്വസിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് കണ്ണിൽ പൊടി വാരി ഇട്ടുകൊണ്ട്, നാട്ടുകാരുടെ കണ്ണിലും പൊടി വാരി ഇട്ടുകൊണ്ട് ഒരു സർക്കാർ ജോലി അങ്ങ് വാഗ്ദാനം നൽകി. ആർക്കും കിട്ടാത്ത ഒരു കിട്ടാക്കനി പോലത്തെ ഒരു ജോലിയാണല്ലോ സർക്കാർ ജോലി. അതുകൊണ്ട് തന്നെയും ഈ പറയുമ്പോൾ സർക്കാർ ജോലി കിട്ടുമ്പോൾ പലരുടെ ഉള്ളിൽ ഒരു സന്തോഷം വരും. മോൾക്കൊരു സർക്കാർ ജോലി കിട്ടിയല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഈ പറയുന്ന ആ കുഞ്ഞിന് സർക്കാർ ജോലി കിട്ടിയല്ലോ. ഈ നാട്ടുകാരാണെങ്കിൽ വിചാരിക്കും ആ കുഞ്ഞിന് സർക്കാർ ജോലിയാണല്ലോ കിട്ടിയത്, സർക്കാർ അങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ, വലിയൊരു പ്രവൃത്തിയാണെന്നൊക്കെ. ഇങ്ങനെ ഇതിനു മാത്രം സർക്കാർ ജോലി കൊടുക്കാനായിട്ട് എത്ര ഒഴിവുകളുണ്ട്. എത്രയോ PSC എഴുതിയിട്ട് ആർക്കും കിട്ടാതെ കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ ഒരു നാഥനെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ നാഥയൊക്കെ മിസ്സായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിന് സർക്കാർ ജോലി കൊടുക്കുന്നതിൽ കൂടി എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ആ കുടുംബത്തിന് നഷ്ടപ്പെട്ട ആളുകളെ തിരികെ കിട്ടുമോ? സർക്കാരിൻ്റെ അനാസ്ഥ കാരണമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ നഷ്ടപ്പെട്ട ആളുകളെ അവർക്ക് തിരികെ കിട്ടില്ല, പകരം സർക്കാർ ജോലി കിട്ടും, അല്ലെങ്കിൽ സർക്കാർ ജോലി ഞങ്ങൾ കൊടുക്കും എന്നുള്ളൊരു നയത്തിലാണ് ഇവർ നടക്കുന്നത്. വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ശിവൻകുട്ടി അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കുട്ടിയെ സഹായിക്കാനാണ് അവൻ കയറിയത്. അങ്ങനെ ഒരു മനസ്സുള്ളവനാണ് ആ കുഞ്ഞ്. ആ കുഞ്ഞിന് പറ്റിയതിൽ വളരെയധികം വിഷമമുണ്ട്. അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇത് നമ്മുടെ മീഡിയ വണ്ണിൽ വന്നൊരു വാർത്തയാണ്. ഞാനത് പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. നേരത്തോടെ കിട്ടും. വിദ്യാഭ്യാസ ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും സംഭവ സ്ഥലത്ത് പോയിരുന്നു. ഇനി പലരുമായിട്ട് ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഫിറ്റ്നസ് ഉറപ്പായിരുന്നു എന്ന് പറയുന്നത്, എന്നിട്ടും ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോഴാണ് അതിന്റെ അല്ല, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നുള്ളതാണല്ലോ നമ്മുടെ നിയമം എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റ് വാങ്ങിയെന്ന് പറയുന്നത്. അവിടെ നമുക്ക് അന്വേഷണം നടത്തേണ്ടത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ളതാണ് അന്വേഷണം നടത്തേണ്ടത്. അപ്പോൾ സ്കൂൾ അധികാരികൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കും. അതിനുശേഷമാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൻ്റെ പ്രശ്നവും ഒക്കെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തും. എന്തായാലും ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരാണ്, വാങ്ങുന്നത് ആരാണ്? ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഈ സർക്കാരാണോ ഇതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതെന്നും അതേപോലെ തന്നെ ഇത് വാങ്ങുന്ന ആളുകൾ ഈ പറയുന്ന സർക്കാരിൻ്റെ തന്നെ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ ആരെയാണ് നിങ്ങൾ ഈ പറഞ്ഞ് ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കുന്നത്? സംഭവിച്ചൊരു കാര്യം സർക്കാരിൻ്റെ ഭാഗത്തൊരു വീഴ്ച തന്നെയാണ് അല്ലേ. വിദ്യാഭ്യാസ വകുപ്പ്, വനം വകുപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ, നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് അല്ലേ. എത്രയെത്ര വകുപ്പുകളാണുള്ളത്. ഈ വകുപ്പുകൾ ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു വകുപ്പ് പോലും അല്ലെങ്കിൽ ഒരു സ്ഥലത്തിരിക്കുന്ന ആളുകൾ പോലും, ഒരു ഉദ്യോഗസ്ഥർ പോലും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല അല്ലെ, വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് അല്ലേ. ഈ പറയുന്ന എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻപേ പ്രിക്കോഷൻസ് എടുക്കേണ്ട ഒരു വകുപ്പാണ് ഈ പറയുന്ന ആഹാരത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു വകുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ആ വകുപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എവിടെയെങ്കിലും ഷവർമ കഴിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പഴകിയ ആഹാര സാധനങ്ങൾ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, വയറിളക്കമോ അവർക്ക് എന്തെങ്കിലും ഛർദിയോ എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ മാത്രം ഉണർന്നു വരുന്ന പഴയിൽ മുളയ്ക്കുന്ന ഈ കൂണ് പോലെയാണ് ഈ ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്ഷ്യ വകുപ്പ്, അങ്ങനെയുള്ള ഒരുപാട് വകുപ്പുകൾ. അപ്പോൾ ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ്? ഇരുന്ന് ഉറക്കമാണ്, വേനൽ നിദ്രയാണ്, ഭയങ്കര ഉറക്കമാണ്. പെട്ടെന്നൊരു ന്യൂസ് കേൾക്കുന്നു, ഒരിടത്തൊരു കുഞ്ഞ് മരിച്ചു, ഷോക്കേറ്റ് മരിച്ചു. പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞിട്ട് വിപ്ലവ സൂര്യൻ അങ്ങോട്ട് കത്തി ജ്വലിക്കും. വിപ്ലവം വന്നിട്ട് പറയും അത് ചെയ്ത ആളുകളുടെ ഭാഗത്ത് തെറ്റുണ്ട്, ഞങ്ങൾ അവരെ പറഞ്ഞു വിടും. എന്നാൽ അവിടെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് എന്തുകൊണ്ട് മറുപടി തരുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല? കാരണം നിങ്ങളുടെ ആളുകൾ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. നിങ്ങളുടെ പാർട്ടിയിലുള്ള, നിങ്ങൾ തന്നെ നിയമിച്ചിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റുന്ന ആരെയാണ്? ആ സ്കൂളിലുള്ള ആളുകളെയും അതേപോലെ തന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് അല്ലേ. അവരെ എന്ത് വേണമെങ്കിലും പറയാമല്ലോ, കാരണം അവരുടെ ഭാഗത്ത് അനാസ്ഥയാണ്. അവരാണ് ഈ ലൈൻ കമ്പി വലിച്ചത് ആ ഷെഡിന് മുകളിൽ കൂടി. ഇത് പറഞ്ഞിട്ടും KCB ഉദ്യോഗസ്ഥരെ മാറ്റി കൊടുത്തില്ലെങ്കിൽ അത് അവരുടെ ഭാഗത്തുള്ള വലിയ അനാസ്ഥയാണ്. നമുക്കറിയാം KCB എന്ന് പറയുന്നത് ഓരോ മാസം കൂടുന്തോറും കറണ്ട് ബില്ല് അടിച്ചടിച്ച് തരികയാണ്. ഈ ബില്ല്, ആ ബില്ല്, അവൻ്റെ മറ്റേടത്തെ ബില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ബില്ലുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിലെല്ലാം കൂടി ഒരു 5000-6000 രൂപയൊക്കെയാണ് ഒരു വീട്ടിലുള്ള ആളുകൾ അടയ്ക്കേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് ചെയ്യാൻ ഭയങ്കര വിരുദ്ധ. എന്നാൽ ഇങ്ങനെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് അത്ര പ്രത്യേക ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് മനസ്സിലാവുന്ന ഒരു സ്ഥലത്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം വകുപ്പുകൾ? ഇവനെയൊക്കെ പറഞ്ഞ് വീട്ടിൽ വിട്ടൂടെ? എന്തിനാണ് ഈ വകുപ്പുകൾ? സർക്കാരിന് കോളം തയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ആളുകളെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? ഈ പറയുന്ന ഈ നികുതി പണം എല്ലാം പിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? പ്രയോജനമില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടൂടെ സർക്കാർ? എന്തിനാണ് ഇങ്ങനെ കുറേ വകുപ്പുകൾ? എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഉണരുന്ന വകുപ്പുകൾ എന്തിനാണ് നമ്മുടെ നാട്ടിൽ? എന്തിനാണ് നമ്മുടെ സർക്കാർ ഇങ്ങനത്തെ ആളുകളെ തീറ്റിപ്പോറ്റുന്നത്? ഈ പറയുന്ന
പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ അദ്ദേഹം ആ പ്രായത്തിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറേ അധികം കാര്യങ്ങളിൽ കൂടി അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രായം നമ്മൾ പറയുന്ന കാര്യമൊന്നുമില്ല. കാരണം ഈ പ്രായത്തിൽ അദ്ദേഹം ആ ഒരു പദവി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രായത്തിനെ മാനിച്ച് ആ പ്രായത്തിനെ നോക്കിക്കൊണ്ടല്ല, അദ്ദേഹം ആ പദവിയെ നോക്കിക്കൊണ്ട് വേണം അത് പ്രവർത്തിക്കാനായിട്ട്. അദ്ദേഹം ആ പദവിയും നോക്കുന്നില്ല, വേണ്ട കാര്യങ്ങളും ചെയ്യുന്നില്ല. അദ്ദേഹം എന്തൊക്കെയോ ഒരു പ്രസ്താവനകൾ ഇറക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും നടക്കുന്നില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹം എടുത്തൊരു നിലപാടിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ വേറൊരു വാർത്തയാണ്, അതായത് ഈ പറയുന്ന HM-നൊക്കെ പിന്നെ എന്താ ജോലി, ഒരു മകനെയാണ് നഷ്ടമായതെന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിനൊപ്പം നിന്ന് സംസാരിക്കുന്ന വേറൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഞാൻ കണ്ടു. അതോടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം. ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ വേർപാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു അപകട മരണമായിരുന്നു, അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ്. ഇന്ന് രാവിലെ തന്നെ കേരളം ഇത് കേട്ട് ദുഃഖത്തിലാണ്. ഞാനും ഈ മാധ്യമങ്ങളിലൂടെയുള്ള വിവരങ്ങളാണ് ഉള്ളത്. സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി പോകുന്നതിന് വേണ്ടി ഇത് തന്നെയാണ് മന്ത്രി, നിങ്ങൾക്കെല്ലാം മാധ്യമങ്ങളിൽ കൂടിയുള്ള അറിവുകളേ ഉള്ളൂ. നിങ്ങളെല്ലാം മുക്കിന് സ്കൂളുകളും മുക്കിന് ബാറുകളും അങ്ങനെയെല്ലാം നിങ്ങൾ പണിതിടും. പക്ഷേ ഇതിലെല്ലാം എന്തെങ്കിലും വിഷയം വരുമ്പോൾ മാത്രമേ നിങ്ങൾ അത് അറിയുകയുള്ളൂ, അല്ലെ അറിയാൻ ശ്രമിക്കുകയുള്ളൂ, അല്ലേ? അല്ലാത്തപ്പോഴൊന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് വിസിറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ആ വിസിറ്റ് പ്രോപ്പറായിട്ട് നടത്തിയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രതിനിധിയെ വെച്ചാൽ നിങ്ങൾ പോകണമെന്നില്ല, ഒന്ന് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്തൊക്കെ ക്രമക്കേടുകളാണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. ഇങ്ങനത്തെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് ആരെങ്കിലും വിചാരിക്കുന്നത്? അല്ല, ഇങ്ങനെ എത്ര സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടാവും. അതെല്ലാം മറ്റുള്ളവരുടെ തലയിലേക്ക് പഴി ചാരിക്കൊണ്ട് ഇവരെല്ലാം രക്ഷപ്പെടുന്നുണ്ടാവും, അല്ലേ? സർക്കാർ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, അവിടെ അന്വേഷണം നടത്താൻ വരുന്ന ആളുകൾ ഇവരുടെ ആളുകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് തേച്ച് മായ്ച്ച് കളയാൻ വലിയ പാടൊന്നുമില്ല. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് എപ്പോഴും അറിയാം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇപ്പോൾ പറയുകയാണ്, ഞാനും മാധ്യമത്തിൽ കൂടിയാണ് അറിഞ്ഞത്, അല്ലാതെ എനിക്ക് അറിയത്തില്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നൊരു പദവിയിൽ അങ്ങ് ഇരിക്കുന്നത്? കഷ്ടമാണ്. ബാക്കി ഒന്ന് കേട്ടു നോക്കാം. വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഷാനവാസ് IAS അങ്ങോട്ട് പോയിട്ടുണ്ട്. കൊല്ലം DDയും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനും ഉച്ചശേഷം സംഭവ സ്ഥലത്തേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് കേരളത്തിലെ ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുണ്ടല്ലോ, ആ സ്കൂൾ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 100ഓളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ്. എന്തിനാണ് മന്ത്രി ഈ സ്കൂൾ അധികൃതരെ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആ KSEBയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ ദുരന്തം ഇന്ന് ഉണ്ടാവുമായിരുന്നോ? സ്കൂൾ അധികൃതർ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തു എന്ന് അവർ പറയുന്നുണ്ട്. KSEB അറിയിച്ചു എന്ന് ഇവർ പറയുന്നുണ്ട്. KSEB അറിയിച്ചാൽ എന്തെങ്കിലും നടക്കുമോ? ഇവർ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിലും KSEB ഉദ്യോഗസ്ഥർ ഇത് കാണിച്ച് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ശുദ്ധമായിട്ടുള്ള തന്തയില്ലായ്മ തന്നെയാണ്. കാശ് പിരിച്ച് ഈ പറയുന്ന വട്ടിപ്പലിശക്കാരെക്കാളും കഷ്ടമാണ് KSEBയുടെ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാത്തിനും റീഡിംഗ് അടിച്ചുകൊണ്ട്, എല്ലാത്തിനും ചാർജ് അടിച്ചുകൊണ്ട്, എല്ലാവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമ്പോൾ നിങ്ങൾ ഇത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മുൻഗണന, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അതിനെ നോക്കുന്നുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലായിടും ഒരുപോലെയാണ്. കാശ് പിരിക്കാൻ പറ്റുന്ന എല്ലായിടും ഒരുപോലെയാണ്. ഈ ഞായറാഴ്ച അണ്ണാച്ചിമാരെ പോലെയാണ് ഈ KSEB എന്ന് പറയുന്നത്. പൈസ പിരിക്കാൻ വരുന്ന ഗുണ്ടകളാണ്, ഈ പറയുന്ന ഫ്യൂസ് ഊരാൻ വരുന്ന ഗുണ്ടകളാണ്. എല്ലാത്തിലും ഇങ്ങനെയുള്ള ആളുകളാണ് ഇരിക്കുന്നത്. അത് ഒരു മര്യാദ ഉണ്ടാവില്ല, വന്ന് വലിച്ചു ഊരിക്കൊണ്ട് അങ്ങ് പൊക്കളയാണ്. അങ്ങനത്തെ പരിപാടിയാണ് ഇവന്മാർ ചെയ്യുന്നത്. ഒരാളുടെ ഒരു അവസ്ഥയും കേൾക്കാൻ തയ്യാറല്ല. അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തപ്പോൾ അതിനെ മാത്രം നമ്മുടെ ഈ പറയുന്ന V. ശിവൻകുട്ടി അദ്ദേഹത്തിനൊന്നും പറയാനില്ല. കാരണം അതും നമ്മുടെ പാർട്ടിയുടെ ആളുകൾ തന്നെയാണല്ലോ, അല്ലേ? അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒന്നും പറയാത്തത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ രീതിയിലേക്ക് വരുമെന്നുള്ളത് കൊണ്ടായിരിക്കാം പറയാത്തത്. ഇനി പാർട്ടിയിലുള്ള ആളുകളല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ സ്കൂൾ അധികൃതരുടെ മുകളിലേക്ക് എല്ലാം അങ്ങ് അടിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ മാത്രമായിട്ട് എന്തിനാണ് കുറ്റം പറയുന്നത്? ഇതിലെല്ലാവർക്കും ഈക്വലായിട്ടുള്ള പങ്കുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അടക്കം, അതേപോലെ ആ സ്കൂളിലുള്ളവരടക്കം എല്ലാവർക്കും പങ്കുണ്ട്. KSEBക്കാണ് പ്രധാന പങ്കുള്ളത്. അതിനെ മാത്രം നമ്മുടെ ശിവൻകുട്ടി അദ്ദേഹത്തിനൊന്നും പറയാനില്ല. ബാക്കി ഒന്ന് കേട്ടു നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലുപരി മറ്റൊരു സ്ഥാപനങ്ങളില്ലാത്തൊരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ആ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബോർഡ്, അതേപോലെ തന്നെ ലോക്കൽ ബോഡീസ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ആ കൊള്ളാം, ഒരു കുഞ്ഞ് മരിക്കേണ്ടി വന്നു, ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആ സ്കൂളിലുണ്ടെന്ന് അറിയാനായിട്ട്. കഷ്ടമാണ് മന്ത്രി നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ കുടുംബത്തിലാണ് ഈ സംഭവം ഉണ്ടായതെങ്കിൽ നിങ്ങൾ ഈ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്യുമോ?
നിങ്ങൾ ആ ചെയ്ത ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കൊള്ളരുതായ്മകൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്രിക്കോഷൻസും എടുക്കും അല്ലേ? ഇതിപ്പോൾ ഒറ്റപ്പെട്ടൊരു സംഭവമാണെന്നാണ് സർക്കാർ പറഞ്ഞു വരുന്നത്. ഈ സർക്കാർ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഈ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകും എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. ആ വീട് വെച്ച് നൽകും. പിന്നെ ഇതിനെപ്പറ്റി ഒരു അന്വേഷണമില്ല. ഇനി നാളെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനും വിദ്യാഭ്യാസ മന്ത്രി അപ്പോൾ ഉണർന്നിട്ട് ദൗർഭാഗ്യകരമാണ്, ഞങ്ങൾ വീട് വെച്ച് നൽകും, പിന്നെ ഇതിങ്ങനെ ഉണ്ടായതിൽ ഞങ്ങൾ പരിശോധിക്കും എന്നാണ് പറയുന്നത്. ഇനി കേന്ദ്ര ഏജൻസികൾ വരണമായിരിക്കും ഇത് പരിശോധിക്കാൻ അല്ലേ? എന്തൊരു കഷ്ടമാണ് അല്ലേ? ഇങ്ങനത്തെ ഒരു മന്ത്രിയും എത്ര വകുപ്പുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടും നമ്മുടെ ഈ പാർട്ടിയിൽ ഉണ്ടായിട്ടും ഒന്നും ഒരു കാര്യവുമില്ലാതെ ഇരുന്ന് വെറുതെ നമ്മുടെ ഈ പറയുന്ന ടാക്സും വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കാണ് പുച്ഛം. അല്ലാതെ ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിക്ക്, നമ്മുടെ മുഖ്യമന്ത്രിക്ക്, പ്രധാനമന്ത്രിക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. കാരണം നമ്മുടെ ടാക്സും കൊണ്ടാണ് ഇവന്മാർ ജീവിക്കുന്നത്. ചുമ്മാ തിന്നു കൊഴുത്ത് ജീവിക്കുന്ന അല്ലാതെ ഒരു പണി ഇവന്മാർ ചെയ്യുന്നില്ല എന്നുള്ള ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനെ നോക്കി അറിയാൻ പറ്റും. ആ ജോലിയോടുള്ള പാഷൻ കൊണ്ടുള്ള ആളുകൾ ഇവർ ഈ പറയുന്ന ഫിറ്റ്നസ് ഒക്കെ നോക്കിയിരിക്കും. അല്ലാതെ ചുമ്മാ എങ്ങനെയും അച്ഛൻ മരിച്ചതിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനത്തിൽ കൂടി കിട്ടിയ ജോലിയൊക്കെ ആയിട്ടുള്ളവർ തിന്നു കൊഴുത്ത് വയറും ചാടിക്കൊണ്ടങ്ങിയിരിക്കും. ഒരു പണിയും ചെയ്യില്ല. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ സ്കൂൾ മാനേജ്മെൻറ്റിലുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കി വീഡിയോയിലേക്ക് വരാം. ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥാവിശേഷമായിരുന്നു. രാവിലെ 9:20-നും 9:30-നും ഇടയ്ക്ക് താഴെ കളിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ചെരുപ്പ് ഷീറ്റിൻ്റെ മുകളിലേക്ക് എടുത്തെറിഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഈ കുട്ടി മുകളിൽ കയറുകയും ആ ചെരുപ്പ് എടുത്തതിന് ടീച്ചർമാർക്കും ആ സ്കൂളിലുള്ള എല്ലാവർക്കും ഒരേപോലെ വിഷമമുണ്ട്. നമുക്കറിയാം, അധ്യാപകരെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരെ പോലെ, മാതാപിതാ ഗുരു ദൈവം എന്നാണ് അല്ലേ? അച്ഛനമ്മമാർ കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അമ്മയും അച്ഛനെയും പോലെ തന്നെ ഈ പറയുന്ന അധ്യാപകർക്കും വിഷമമുണ്ട്. അതാരും കാണുന്നില്ല. സർക്കാർ പോലും അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. ബാക്കി ഒന്ന് കേട്ട് നോക്കാം. ശേഷം ഷീറ്റിൻ്റെ മുകളിൽ കൂടി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ കാല് തെന്നുകയും പെട്ടെന്ന് കയറി ലൈൻ കമ്പി പിടിക്കുകയായിരുന്നു. വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു നടന്നിരുന്നത്. ദുഃഖകരമായ അവസ്ഥയിൽ സ്കൂള് വളരെ സങ്കടകരമാണ്. കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, രാവിലെ വീട്ടിൽ നിന്ന് സന്തോഷത്തോടു കൂടി സ്കൂളിലേക്ക് എത്തിയ ഒരു കുട്ടിയാണ്. അവന് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. സ്കൂളിനും വിദ്യാർത്ഥികൾക്കൊക്കെ താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ളൊരു ദുഃഖമാണ് ഇവിടെ ഉണ്ടായത്. നമുക്ക് ഈ ഫിറ്റ്നസ് അടക്കം കിട്ടുമ്പോഴേ ഇത്തരത്തിലുള്ള ലൈൻ കമ്പി താഴ്ന്നു കിടക്കുന്നത് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു KCBയിൽ അത് ബോധ്യപ്പെടുത്തിയതാണ്. അടുത്ത പറഞ്ഞിട്ടുണ്ട് KCB അടുത്ത സമയത്ത് അത് കേബിള് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഇത് റെഡിയാക്കാമെന്നുള്ള തരത്തിലാണ് KCB പറഞ്ഞിരുന്നത്. രേഖാമൂലമാണോ KCB കണ്ടില്ലേ? ഇതിൽ പൂർണ്ണമായിട്ടും വന്നിരിക്കുന്ന അനാസ്ഥ എന്ന് പറയുന്നത് KCBയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇനി ആ സ്കൂളിനെ വെറുതെ പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സർക്കാരും ഒന്നും അധികം വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ സ്കൂളുകാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഈ പറയുന്ന KCBയുടെ ഭാഗത്തു നിന്നാണ്. അവരെ അങ്ങ് കയറൂരി വിട്ടിരിക്കുകയല്ല. അവരിൽ നിന്ന് അങ്ങ് പൈസ പിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല, വട്ടിപ്പലിശക്കാരെ പോലെ അങ്ങ് പറഞ്ഞു വിട്ടിരിക്കുക. നിങ്ങൾ ഈ വീട്ടിൽ ഇപ്പോൾ ഇത്ര രൂപ പിരിക്കണം, ആ വീട്ടിൽ ഇപ്പോൾ ഇത്ര രൂപ പിരിക്കണം, ആ വീടിന് ഇത്ര റീഡിങ് അടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിട്ടിരിക്കുകയാണ്. പൈസ പിരിക്കാനുള്ള ഈ ഓട്ടത്തിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ എവിടെയാണല്ലേ നേരം? ജനങ്ങളുടെ ക്ഷേമം നോക്കാൻ എവിടെയാണല്ലേ നേരം? സ്കൂളിലെ ടൈം മാറ്റാൻ നോക്കുമ്പോൾ വേറെ കാര്യങ്ങൾ ചെയ്യാൻ എവിടെയാണല്ലേ നേരം? ആരെയോ എതിർക്കാൻ വേണ്ടിയിട്ടല്ലേ, ആരുടെയോ മുന്നിൽ എന്തൊക്കെയോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്കലാപ്പിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഇങ്ങനെയുള്ള യുവതലമുറയിലേക്കുള്ള അല്ലെങ്കിൽ പുതിയ ലക്ഷ്യങ്ങളുമായിട്ട് ഉയർന്നു വരുന്ന ഓരോ കുടുംബത്തിൻ്റെയും ഓരോ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് നിങ്ങൾ കാരണം ഈ പറയുന്ന ചിറകൊടിഞ്ഞ് വീണു പോകുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും. ഇനിയെങ്കിലും സർക്കാരെ നിങ്ങളൊന്ന് ഉണരൂ. എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ വന്നിരുന്ന് സംസാരിക്കുന്ന കുറയ്ക്കുന്നതിലല്ല കാര്യം. എന്തെങ്കിലും ഉണ്ടാവുന്നതിന് മുൻപേ അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ പ്രിക്കോഷൻസ് എടുക്കുന്നതിലാണ് കാര്യം. അങ്ങനെ എടുക്കാൻ എന്ന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നോ അന്നേ നിങ്ങൾ നമ്പർ 1 ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്പർ 1 ആണെന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ ഇനി ഇങ്ങനെ ചെയ്യും, ഇനി ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ പറയുന്നതിലല്ല കാര്യം. അത് ഇതിന് മുൻപേ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുന്നതിലാണ് വലിയ കാര്യം. ഞാൻ വീണ്ടും പറയുകയാണ്, അത് വേണ്ട രീതിയിൽ നോക്കാൻ സാധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി, ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ വകുപ്പ്, ഇങ്ങനെ ഒരു കുറേ അധികം വകുപ്പുകളുണ്ടല്ലോ, എന്തിനാണ് ഇതൊക്കെ? വെറുതെ ഒരു കാര്യങ്ങൾ നോക്കാനില്ലെങ്കിൽ ഇനി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നോക്കാനാണെങ്കിൽ ആ സമയത്തേക്ക് ഒരാളെ താൽക്കാലികമായിട്ട് ചുമതലപ്പെടുത്തിയാൽ പോരെ? എന്തൊരു കഷ്ടമാണല്ലോ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ആ ഒരു കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് നഷ്ടമായി, ആ കുഞ്ഞിന് അച്ഛനില്ല എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിന് ഇപ്പോൾ വീട് വെച്ച് കൊടുക്കുന്ന പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനു മുൻപ് ആ കുഞ്ഞ് ജീവനോടിരുന്ന സമയത്ത് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഒരു സർക്കാർ പ്രതിനിധികളെയും ഒരാളെയും കണ്ടിട്ടില്ല. മരിച്ചതിന് ശേഷം ആ കുഞ്ഞിന് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്ന, അല്ലെ അവരുടെ വിഷമത്തിനെ ആ വീട്ടിൽ കൂടി നിങ്ങൾ മറയ്ക്കാൻ നോക്കുമ്പോൾ ഇങ്ങനത്തെ കൊള്ളരുതായ്മകൾ നിങ്ങൾ കാണിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. വീട് വെച്ച് കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം, പക്ഷേ അത് ജീവനോട് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല കാര്യം എന്ന് പറയാം. ഇത് മരണപ്പെട്ടതിന് ശേഷം മരിച്ചു കഴിഞ്ഞിട്ട് കുറേ കാശും കൊണ്ട് കൊടുത്തിട്ട് വീടും വെച്ചുകൊണ്ട് സർക്കാർ ജോലിയും കൊടുക്കാന്ന് പറയുമ്പോഴേ അത് പുച്ഛമാണ് സർക്കാരെ നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ. വല്ലാത്ത കഷ്ടമാണ്. ജയിപ്പിച്ചു വിട്ടപ്പോൾ കുറേയൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെല്ലാം ഓരോ സൈഡിൽ നിന്ന് നിങ്ങളായിട്ട് തന്നെ കളഞ്ഞു മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ.